അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. നമ്മൾ മുത്തസിലായ ദമീറുകൾ, മുൻഫസിലായ ദമീറുകൾ, ഇതൊക്കെയാണ് ഇവിടെ സംസാരിച്ചു വരുന്നത്. ദമീറുകളുടെ വിഷയങ്ങൾ തുടർത്തവേ. ഇനി നമുക്ക് ഗ്രന്ഥകാരൻ പറയുന്നത് മുൻഫസിലായ ദമീറുകൾ മുത്തസിലായ ദമീറുകൾ വരാൻ സാധ്യമായിടത്ത് വരാൻ പാടില്ല എന്ന വിഷയമാണ്. എന്നിട്ട് അദ്ദേഹം മുൻഫസിലായ ദമീറുകൾ വരാവുന്ന ഇടങ്ങൾ ഉണ്ടോ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വഫി ഇഖ്തിയാരിൻ ലാ യജീഉൽ മുൻഫസിൽ ഇദാ തഅത്താ അൻ യജീഅൽ മുത്തസിൽ. വഫി ഇഖ്തിയാരിൻ ലാ യജീഉൽ മുൻഫസിൽ ഇദാ തഅത്താ അൻ യജീഅൽ മുത്തസിൽ. ഉദ്ദേശം, മുൻഫസിലായ ദമീറുകൾ വരില്ല, മുത്തസിലായ ദമീർ വരാൻ സാധ്യമായിടത്ത്, അതതിൻ്റെ ഒരു ആകത്തുക. പക്ഷെ അദ്ദേഹം പറഞ്ഞപ്പോൾ ഇഖ്തിയാരിൻ, ഇഖ്തിയാറിൽ, എന്താണ് ഈ ഇഖ്തിയാർ? പിന്നെ അതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനി ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഇപ്പോൾ അക്രംതുക, ഇവിടെ അക്രംതു ഞാൻ ആദരിച്ചുക താങ്കളെ. ഇവിടെ ഒരിക്കലും അക്രംതു ഇയ്യാക്ക എന്ന് പറയാവതല്ല. അക്രംതു ഞാൻ ആദരിച്ചു, ഇയ്യാക്ക താങ്കളെ. ഇയ്യാക്ക എന്നുള്ളത് മുൻഫസിലായ ദമീറാണ്, ഇക്ക എന്നുള്ളത് മുത്തസിലായ ദമീറാണ്. രണ്ടും നസ്ബിൻ്റെ ദമീറാണ്. ഒന്ന് മുൻഫസിലാണ്, മറ്റൊന്ന് മുത്തസിലാണ്. അറബി ഭാഷയിലെ തത്വം, വ്യാകരണത്തിലെ നിയമം, മുത്തസിലായ ദമീർ വരാൻ സാധ്യമായിടത്ത് മുൻഫസിലായ ദമീർ കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ്. അതാണ് ഈ ഒരു വരി കവിതയുടെ വിഷയം. അതെന്തുകൊണ്ട്? അറബി സാഹിത്യം എപ്പോഴും ഇഖ്തിസാറിനെയാണ് തേടുന്നത്. ഇഖ്തിസാർ എന്ന് പറഞ്ഞെങ്കിൽ സംക്ഷിപ്തമായ പ്രയോഗങ്ങൾ, സംക്ഷിപ്തമായിട്ടുള്ള അവതരണങ്ങൾ, പ്രയോഗങ്ങൾ. ദമീറുകൾ തന്നെ എന്തിനാ? ദമീറുകൾ തന്നെ എന്തിനാണ്? അത് ഇഖ്തിസാറിന് വേണ്ടിയിട്ടാണ്. ദമീറുകൾ ഇഖ്തിസാർ, സംക്ഷിപ്തമായിട്ടുള്ള ഹ്രസ്വ പ്രയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അറബി ഭാഷയിൽ ദമീറുകൾ, അതേപോലെ തന്നെ ഇപ്പോൾ ദ്വിവചനം, മുസന്നയുടെ പ്രയോഗം, ജംഅ് മുദക്കർ സാലിം, ജംഅ് മുഅന്നസ് സാലിം തുടങ്ങിയതൊക്കെ എന്തിനാണ്? ഇഖ്തിസാറിന് വേണ്ടിയാണ്. ഇഖ്തിസാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചുരുങ്ങിയ പ്രയോഗങ്ങൾ, അതിൽ ആശയം വ്യക്തമാവുകയും ദ്യോതിപ്പിക്കുകയും വിധമുള്ള പ്രയോഗങ്ങൾ, അതിനു വേണ്ടിയാണ്. അപ്പോൾ മുത്തസിലായ ദമീറും മുൻഫസിലായ ദമീറും തമ്മിൽ വ്യത്യാസം നോക്കിയേ. ഇവിടെ മുത്തസിലായ ദമീറിൽ ക എന്നുള്ള ഒരു അക്ഷരാണുള്ളത്. എന്നാൽ അതിന് പകരം ഇയ്യാക്ക പ്രയോഗിക്കുമ്പോൾ ഹംസ ഉണ്ട്, ഇ എന്നുള്ള ഹംസ. അത് ഒന്ന്. രണ്ട്, ഇവിടെ മുശദ്ദദത്തായ യാ ഉണ്ട്, യ, മുശദ്ദദത്തായ യ. പിന്നെ ഇവിടെ അലിഫുണ്ട്, യാ. പിന്നെയാണ് ക. അപ്പോൾ ഈ ക എന്നതിനേക്കാൾ
ഇവിടെ കൂടുതൽ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ കൂടുതലാണ്. അപ്പോൾ മുൻഫസിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറബി ഭാഷ ലക്ഷ്യമാക്കുന്ന ഇഖ്തിസാർ സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ തത്വം എവിടെ മുത്തസിലായ ദമീർ വരാൻ സാധ്യമായോ അവിടെ മുൻഫസിലായ ദമീർ ലാ യജീഉ വരികയില്ല എന്നുള്ളതാണ്. ലാ യജീഉ വരികയില്ല എന്നുള്ളതാണ്. ഈ ലാ യജീഉ വരികയില്ല എന്നുള്ളത് നഫിയാണ്, നിരാകരണമാണ്. പക്ഷെ അതിൻ്റെ ഉദ്ദേശം നഹിയാണ്, വരുത്തരുത് എന്നാണ്. വരികയില്ല എന്നുള്ള നഫിയാണെങ്കിലും അതിലെന്തുണ്ട്, ഒരു കൽപ്പന ഉണ്ട്. അതെന്താണ്? അങ്ങനെ വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തസിലായ ദമീർ വരാൻ സാധ്യമായിടത്ത് മുൻഫസിലായ ദമീറിനെ കൊണ്ടുവരരുത്, വിലക്കാണ്. ഇതത് ഒരു പൊതുതത്വമാണ്. പക്ഷേ ഈ തത്വത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്, വിധികളുണ്ട്. നമുക്ക് ഇതിനെ മനസ്സിലാക്കിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് തുടർന്ന് വിവരിക്കാം. ഗ്രന്ഥകാരൻ പറയുന്നു വഫി ഇഖ്തിയാറിൻ, ഇഖ്തിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നേരെ വിപരീതമാണ് ഇബ്തിറാർ. ഇബ്തിറാർ അനിവാര്യതയാണ് അറിയിക്കുന്നത്. അപ്പോൾ ഇഖ്തിയാർ എന്ന് പറഞ്ഞാലോ അനിവാര്യതയില്ലാത്ത സന്ദർഭം. അറബിയിൽ ഇപ്പോൾ നദുമുണ്ട്, അതേപോലെ തന്നെ നസറുണ്ട്. നദുമ് പദ്യമാണ്, നസറ് ഗദ്യമാണ്. നദുമിൽ നിർബന്ധിതാവസ്ഥ, അനിവാര്യഘട്ടം. നിർബന്ധിതാവസ്ഥ എന്ന് പറഞ്ഞാൽ അനിവാര്യഘട്ടം. നമ്മൾ ഫിഖ്ഹിൽ പറയുന്ന ദറൂറത്തല്ല ഇവിടെയുള്ള ദറൂറത്ത്. ഇവിടെ ഒരു അനിവാര്യത എന്നുള്ള അർത്ഥത്തിലാണ്. നദുമിൽ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, മുത്തസിലിന് പകരം മുൻഫസിൽ കൊണ്ടുവരേണ്ടി വരും. കവിതയുടെ പ്രാസമൊക്കാൻ, അതിൻ്റെ വൃത്തത്തിനനുസരിച്ച് പിന്നെ കവിത ശരിയാകാൻ. അപ്പോൾ ഇബ്തിറാർ അനിവാര്യത നദുമിൽ വരും, കവിതയിൽ വരും, പദ്യത്തിൽ വരും. അപ്പോൾ എന്ത് വേണ്ടി വരും? മുത്തസിലായ ദമീറിന് പകരം മുൻഫസിലായ ദമീർ കൊണ്ടുവരേണ്ടി വരും. ഇത് നസറിലും വരും. അപ്പോൾ ഈ ഇഖ്തിയാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കവിതയിൽ നിർബന്ധ സാഹചര്യത്തിൽ എന്ന് മാത്രം പറയുന്നത് സൂക്ഷ്മമല്ല, അങ്ങനെ അർത്ഥം പറയുന്നത് സൂക്ഷ്മമല്ല. കവിതയിലാകട്ടെ ഗദ്യത്തിലാകട്ടെ അനിവാര്യ ഘട്ടങ്ങൾ വരികയാണ് എങ്കിൽ മുത്തസിലായ ദമീറിന് പകരം മുൻഫസിലായ ദമീർ കൊണ്ടുവരാം. എന്നാൽ വഫി ഇഖ്തിയാരിൻ, അങ്ങനെ ഒരു അനിവാര്യതയുടെ തേട്ടമില്ലെങ്കിൽ, അതാണ് വഫി ഇഖ്തിയാരിൻ എന്ന് പറഞ്ഞാൽ ഫി സഅത്തിൽ കലാം, ഫി ഫസാഹത്തിൽ കലാം, അറബി സംസാരത്തിൻ്റെ വിശാലതയിൽ അനിവാര്യതയുടെ തേട്ടമില്ലെങ്കിൽ, അതാണ് വഫി ഇഖ്തിയാരിൻ. അനിവാര്യതയുടെ തേട്ടമില്ല എങ്കിൽ അവിടെ ലാ യജീ ഉൽ മുൻഫസിൽ, ലാ യജീ വരികയില്ല. ആര്? അൽ മുൻഫസിൽ, അദ്ദമീറുൽ മുൻഫസിൽ, മുൻഫസിലായ ദമീർ വരില്ല. എപ്പോൾ? ഇദാ തഅത്ത, ഇദാ അംകന സാധ്യമായാൽ, ഇദാ അംകന സാധ്യമായാൽ. എന്ത്? അൻ യജീ അൽ മുത്തസിൽ, അൻ യജിയ വരാൻ. ആര്? അൽ മുത്തസിൽ, അദ്ദമീറുൽ മുത്തസിൽ, മുത്തസിലായ ദമീർ. അപ്പോൾ മുത്തസിലായ ദമീർ വരുവാൻ സാധ്യമായാൽ അവിടെ മുൻഫസിലായ ദമീർ വരികയില്ല. ഞാൻ പറഞ്ഞു വരികയില്ല എന്നുള്ള നിരാകരണമാണ് ഉദ്ദേശം, നഹിയാണ്, വരുത്തരുത്. അതെവിടെ? ഫിഖ്തിയാരിൻ. ഇഖ്തിയാരിൻ എന്ന് പറഞ്ഞെങ്കിൽ അനിവാര്യതയുടെ തേട്ടം ഇല്ലാത്തയിടത്ത്, സാധാരണ ഉള്ള അറബി സംസാരത്തിൽ, സാഹിത്യത്തിൽ.
ഈ ഇഖ്തിയാരി എന്ന് പറഞ്ഞിടത്ത് അനിവാര്യതയുടെ തേട്ടം ഇല്ലാത്തിടത്ത് എന്ന് പറയുമ്പോൾ അനിവാര്യതയുടെ തേട്ടം ചിലപ്പോൾ വരും. അത് പൊതുവിൽ നബുമിൽ കവിതയിലാണ് ഉണ്ടാവുക. എന്നാൽ ഗദ്യത്തിലും ഇങ്ങനെ അനിവാര്യതയുടെ തേട്ടം ഉണ്ടായെന്ന് വരും. എന്തിന്? മുത്തസിലായ ദമീർ വരാൻ സാധ്യമായടുത്ത് മുൻഫസിലായ ദമീറിനെ വരുത്തുക എന്നുള്ളത്. നമുക്കതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ മനസ്സിലാക്കാം. പദ്യത്തിലല്ലാതെ ഗദ്യത്തിൽ തന്നെ മുത്തസിലായ ദമീർ വരാൻ സാധ്യമായടുത്ത് മുൻഫസിലായ ദമീർ വരും അല്ലെങ്കിൽ വരുത്തണം എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പം ഇയ്യാക്ക നഅ്ബുദു. ഇയ്യാക്ക നഅ്ബുദു. ഇവിടെ നഅ്ബുദു ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു, ആരാധിക്കുന്നു. ക നിന്നെ, നഅ്ബുദു ക നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഅ്ബുദു ഇയ്യാക്ക, നഅ്ബുദു ഇയ്യാക്ക എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നഅ്ബുദുക നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇയ്യാക്കക്ക് പകരം ക എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഒരുപോലെയാണ്. എന്നാൽ ഈ മഅമൂൽ നഅ്ബുദു എന്ന ആമിൽ ഇതാണ് ഫിഅലും ഫാഇലും, അതിൻ്റെ മഫൂലാണ് ക. ഇതിനെ മുന്തിപ്പിച്ചാൽ ഇവിടെ ക നഅ്ബുദു, ക നഅ്ബുദു എന്ന് ഒരിക്കലും പറയാവതല്ല. മുത്തസിലായ ദമീർ ഒരിക്കലും ഇവിടെ വരാൻ പാടുള്ളതല്ല, വരുത്താവതല്ല. എന്തുകൊണ്ട്? ഇവിടെ ഉദ്ദേശം ഈ ക എന്നതിനെ മുന്തിപ്പിച്ചതിൻ്റെ ഉദ്ദേശം തഖ്ദീമു മാ യസ്തഹിഖു തഅഖീർ, പിന്തിപ്പിച്ച് പറയേണ്ടത് അർഹമായതിനെ മുന്തിപ്പിച്ചു. അതിൻ്റെ ഉദ്ദേശം അൽ ഹസർ, അതേപോലെ വൽ ഖസർ എന്നുള്ളതാണ്. അൽ ഹസർ വൽ ഖസർ, മാത്രം എന്നർത്ഥം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നഅ്ബുദു എന്ന ആമിലിന് ശേഷമാണ് മഅമൂല് പറയേണ്ടത്. പക്ഷേ ഇവിടെ മഅമൂലിനെ മുന്തിപ്പിച്ചു. അത് മുന്തിപ്പിച്ചത് എന്തിനാണ്? പിന്തിപ്പിച്ച് പറയാൻ അർഹമായ മഅമൂലിനെ മുന്തിപ്പിച്ച് പറഞ്ഞത് അൽ ഹസറും അൽ ഖസറും ഉദ്ദേശിച്ചാണ്. ആരാധന ഇനി എന്നതിൽ പരിമിതപ്പെടണം, ആരാധന ഇനി എന്നതിന് മാത്രമാകണം. അതാണ് ഹസർ, അതാണ് ഖസർ. അതുകൊണ്ട് തന്നെ ഇത്തരം സന്ദർഭത്തിൽ മുത്തസിലായ ദമീർ വരാനൊരിക്കലും അവസരമല്ല, സാധ്യതല്ല. പിന്നെയോ ഇവിടെ ദമീർ മുൻഫസലായി വരൽ അനിവാര്യമാണ്, മുൻഫസലായി വരൽ അനിവാര്യമാണ്. കാരണം ദമീർ മുൻഫസലായി ഇവിടെ വരുത്തുന്നത് ഈ ഒരു ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ്. ഹസ്റും ഖസ്റും അത് സാക്ഷാത്കരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ മുത്തസിലായ ദമീറാണ് വരേണ്ടത്. പക്ഷേ മുൻഫസിലായ ദമീർ പദ്യത്തിലല്ലാതെ തന്നെ വരുത്തേണ്ടി വരും. എന്തിന്? എന്തെങ്കിലും അത് വരുത്തേണ്ട ഒരു ഹിക്മത്ത് ഉണ്ടായാൽ, ഒരു സാഹിത്യപരമായ ഉദ്ദേശം, ലക്ഷ്യം ഉണ്ടായാൽ. ഇവിടെ ക നഅ്ബുദു എന്ന് പറഞ്ഞ് ദമീറിനെ മുത്തസിലാക്കിയാൽ എന്തിനാണോ ഈ ദമീറിനെ മുന്തിപ്പിച്ചത്
അത് ഹസറിനും ഖസറിനും വേണ്ടിയാണ്. ആ ലക്ഷ്യം സാക്ഷാത്കൃതമാകാതെ പോകും, ആ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടാതെ പോകും. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ദമീറിനെ മുൻഫസിലാക്കൽ അനിവാര്യമാണ്. അതാണ് ഇഖ്തിയാരിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൽത്തിറാറല്ലാത്ത അവസരങ്ങളിൽ, ഇൽത്തിറാർ അനിവാര്യത ഇല്ലാത്ത അവസരങ്ങളിൽ ലാ യജി ഉൽ മുൻഫസിൽ ഇദാ തഅത്ത അൻ യജി അൽ മുത്തസിൽ, മുത്തസിലായ ദമീർ വരാൻ സ്ഥിരമായിടത്ത് മുൻഫസിലായ ദമീർ വരികയില്ല, വരുത്തരുത്. എന്നാൽ വഫി ഇൽത്തിറാറിൻ്റെ അവസരത്തിൽ യജി ഉൽ മുൻഫസിൽ, ദമീറുൽ മുൻഫസിൽ വരുത്തണം. ഇദാ തഅത്ത അൻ യജി അൽ മുത്തസിൽ, മുത്തസിലായ ദമീർ വരാൻ സാധ്യമായാലും പക്ഷേ മുൻഫസിലായ ദമീറിനെ വരുത്തണം. അതാണ് ഇവിടെ ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇനി ഇതേപോലെ വേറെയും ഈ വിഷയത്തിൽ ഉദാഹരിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. ഇവിടെ നോക്കി നിങ്ങൾ, ഇയ്യാഹു എന്നുള്ളത് മുൻഫസിലായ ദമീറാണ്, ഹു എന്നുള്ളത് മുത്തസിലായ ദമീറാണ്. അല്ലാ തഅബുദു ഇല്ലാഹു എന്നല്ല പറഞ്ഞത്, പിന്നെയോ ഇല്ലാ ഇയ്യാഹു എന്നാണ് പറഞ്ഞത്. മുത്തസിലായ ദമീറിന് പകരം മുൻഫസിലായ ദമീറിനാണ് കൊണ്ടുവന്നത്. ഇവിടെ എന്തിനാണ് മുൻഫസിലായ ദമീർ കൊണ്ടുവരപ്പെട്ടത്? അങ്ങനെ കൊണ്ടുവരേണ്ട ഒരു ദറൂറത്തുണ്ട്, ഒരു അനിവാര്യത ഉണ്ട്. അതുകൊണ്ടാണ്. എന്താണ് ആ അനിവാര്യത? ആ അനിവാര്യത ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഹസ്റും ഖസ്റും ഉദ്ദേശമാണ്. അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണം എന്നുള്ള ഹസർ, ആരാധന അള്ളാഹുവിൽ മാത്രം ആക്കുക എന്നുള്ള ഹസർ, അള്ളാഹു മാത്രം ആരാധിക്കപ്പെടുക, അവനിൽ ആരാധന പരിമിതപ്പെടുക എന്നുള്ള ഖസർ, ഇതാണ് ഇവിടുത്തെ ഉദ്ദേശം. ആ ഒരു ഉദ്ദേശം ഈ പ്രയോഗം തരൽ അനിവാര്യമാണ്. അപ്പോൾ ആ അനിവാര്യത, അതിനു വേണ്ടിയിട്ട് ഇവിടെ മുത്തസിലായ ദമീർ വരാവതല്ല, പിന്നെ ആരാണ് വരേണ്ടത്? മുൻഫസിലായ ദമീറാണ് വരേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ ഇല്ലാ ഇയ്യാഹു വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു എന്ന് വന്നത്. ഇയ്യാഹു എന്ന് മുത്തസിൽ പറയാതെ ഇല്ലാ ഇയ്യാഹു എന്ന് മുൻഫസിൽ പറഞ്ഞത്. ഇതേപോലെ ധാരാളം വിഷയങ്ങൾ ചില പണ്ഡിതന്മാർ ഇത് 10 അവസ്ഥകൾ ഉണർത്തിയിട്ടുണ്ട്. എന്തിന്? ഈ മുത്തസിലായ ദമീർ വരുന്നതിന് പകരം മുൻഫസിലായ ദമീർ വരുന്നതിൻ്റെ വിഷയത്തിൽ. അതൊരു വിശദമായിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, ഇന്നമ കുംതു. ഇന്നമ കുംതു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇന്നമ കുംതു, ഞാൻ നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടെ ഈ ദമീർ മുത്തസിലാണ്, മുത്തസിലാണ്. മറ്റൊരു ഉദാഹരണം പോലെ നമ്മൾ എഴുതിയാൽ ഇന്നമ ഖാമ അന. ഇന്നമ ഖാമ അന. അന എന്നുള്ളത് മുൻഫസിലായ ദമീറാണ്. തു എന്നുള്ളത്
അന എന്നുള്ളത് ഞാൻ, തു എന്നുള്ളത് ഞാൻ. തു എന്നുള്ളത് മുത്തസിലായ ദമീറാണ്, അന എന്നുള്ളത് മുൻഫസിലായ ദമീറാണ്. ഈ ഉദാഹരണത്തിൽ മുത്തസിലായ ദമീർ വരാൻ സാധ്യമായ ഇടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മുൻഫസിൽ വരാവതല്ല. ഇന്നമ കുംതു എന്നേ പറയാവൂ, ഇന്നമ കുംതു. എന്നാൽ ഈ ഉദാഹരണത്തിൽ ഇവിടെ ഇന്നമ ഖാമ അന എന്ന് തന്നെ പറയണം. അന എന്നുള്ള മുൻഫസിലായ ദമീർ പറയണം, ഇവിടെ തു എന്ന് പറയാവതല്ല. എന്തുകൊണ്ട്? ഈ രണ്ടിൻ്റെയും അർത്ഥം നോക്കിയാൽ മതി. ഇന്നമ കുംതു, ഞാൻ നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഇവിടെ നിൽക്കുക എന്നതിലാണ് ഹസർ പരിമിതപ്പെട്ടത്. നൃത്തത്തെയാണ്, ക്രിയയെയാണ്, ഫിഅലിനെയാണ് ഈ ഹസർ ബാധിക്കുന്നത്. ഞാൻ നിൽക്കുക മാത്രമാണ് ചെയ്തത്. എന്നാൽ ഈ ഉദാഹരണത്തിൽ ഞാൻ മാത്രമാണ് നിന്നത് എന്നാണ്. ഞാൻ മാത്രമാണ് നിന്നത് എന്നതാണ് ഇതിൻ്റെ ആശയം. ഇന്നമ ഖാമ അന, ഞാൻ മാത്രമാണ് നിന്നത് എന്നാണ്. ഞാൻ മാത്രം നിന്നു. ഇവിടെ ഈ ഹസർ അത് ഞാൻ അന എന്നതിലേക്കാണ്. എന്നാൽ ഇവിടെ ഹസർ ഫിഅലിലേക്കാണ്, നൃത്തത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ ബലാഗിയായി, സാഹിത്യപരമായി, അതേപോലെ ഭാഷാപരമായിട്ട് ഒരു യുക്തിയുണ്ട്. അതെന്താണ്? ഹസർ ഈ അനയിലാണ് പരിമിതപ്പെടുന്നത്. മാത്രമെന്നത് ഈ അനയിലാണ് പരിമിതപ്പെടുന്നത്. ഇങ്ങനെയുള്ളിടത്ത് മുത്തസിൽ ആയ ദമീറല്ല, പിന്നെ മുൻഫസിലായ ദമീറാണ് വരേണ്ടത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഫിഅലിലാണ് ഹസർ. അതുകൊണ്ട് തന്നെ ഇവിടെ മുത്തസിലായ ദമീറാണ് പറയേണ്ടത്, മുൻഫസിലായ ദമീർ അല്ല. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ ഉണർത്തിയത് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, സൂറത്ത് മുംതഹിനിൻ്റെ തുടക്കത്തിലെ ആയത്തിൽ യുഖ്രിജൂന റസൂല വ ഇയ്യാകും. യുഖ്രിജൂന അവർ പുറത്താക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും, വ ഇയ്യാകും നിങ്ങളെയും. മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക്, മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും പുറത്താക്കിയ വിഷയം അതിനെക്കുറിച്ച് പറയുന്നിടത്താണ് യുഖ്രിജൂന റസൂല വ ഇയ്യാകും, റസൂലിനെയും നിങ്ങളെയും അവർ പുറത്താക്കുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ ഇയ്യാക്കും എന്നുള്ളത് മുൻഫസിലായ ദമീറാണ്. കും എന്ന മുത്തസിലായ ദമീറിന് പകരം ഇയ്യാക്കും എന്ന മുൻഫസിലായ ദമീറാണ് വന്നത്. യുഖ്രിജൂന റസൂല വക്കും എന്ന് പറഞ്ഞില്ല. പിന്നെ യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും. ഇവിടെ യുഖ്രിജൂനക്കും വർ റസൂല എന്ന് പറയാം. യുഖ്രിജൂനക്കും വർ റസൂല എന്ന് പറഞ്ഞാലും പദപ്രയോഗം നോക്കുമ്പോൾ ശരിയാണ്, പക്ഷേ ആശയത്തിൽ പ്രശ്നമുണ്ട്. കാരണം അവർ റസൂലിനെയും പുറത്താക്കി, നിങ്ങളെയും പുറത്താക്കി. അവർ ചെയ്ത കുറ്റത്തിൽ ഏറ്റവും ഗൗരവപ്പെട്ടത് എന്താണ്? അവർ റസൂലിനെ പുറത്താക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പരാമർശിക്കൽ മുന്തിപ്പിക്കപ്പെടണം. യുഖ്രിജൂനക്കും വർ റസൂല എന്ന് പറയാവതല്ല, യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും എന്ന് പറയണം. യുഖ്രിജൂനക്കും വർ റസൂല എന്നതിന് പകരം യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും. ഇവിടെ വ്യാകരണത്തിൽ യുഖ്രിജൂന റസൂല വക്കും, വക്കും എന്ന് പറയാതെ വ ഇയ്യാക്കും എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ട്? കും എന്നുള്ള, അതേപോലെ ഇയ്യാക്കും എന്നുള്ള ഈ ദമീർ അതിൻ്റെ ആമിലാരാണ്? യുഖ്രിജൂന എന്നുള്ള ഫിഅലും ഫായിലുമാണ്. യുഖ്രിജൂന അവർ പുറത്താക്കുന്നു, പുറത്താക്കും. അപ്പോൾ അവർ പുറത്താക്കും എന്നുള്ളതാണ് ആമിൽ. മഫ്ഊലാണ് ആര്? റസൂൽ. അതേപോലെ അതിലേക്ക് അത്ഫ് ചെയ്താണ് വയ്യാക്കും. അപ്പോൾ ഇയ്യാക്കും എന്നതിലെ ആമിൽ അതാണ് യുഖ്രിജൂൻ. ഇയ്യാക്കും എന്നുള്ളത് മാമൂലാണ്. ആമിൽ ആരിലാണോ പ്രവർത്തിച്ചത്, മഫ്ഊൽ ബിഹിയായിട്ട് നസ്ബ് ചെയ്തത്, അതാണ് മാമൂൽ.
അപ്പോൾ ഇവിടെ ദമീറിൻ്റെയും ആമിലിൻ്റെയും ഇടയിൽ ഒരു മാമൂല് വന്ന് ആണ് അർ റസൂൽ. യുഖ്രിജൂനക്കും വർ റസൂല എന്നല്ല പറഞ്ഞത്, പിന്നെ യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും എന്നാണ്. അപ്പോൾ ദമീറിൻ്റെയും ആമിലിൻ്റെയും ഇടയിൽ മറ്റൊരു മാമൂല് വന്നതിനാൽ, റസൂൽ എന്നുള്ള മറ്റൊരു മാമൂല് വന്നതിനാൽ, ഈ മാമൂലിനെ തുടർന്ന് വരുന്ന മറ്റൊരു മാമൂൽ അത് ദമീറാണ് എങ്കിൽ ആ ദമീറിനെ മുൻഫസിലാക്കണം, ഒരിക്കലും മുത്തസിലാക്കാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും. ഇവിടെ വക്കും എന്ന മുത്തസിലിന് പകരം ദമീർ വന്നത് മുൻഫസിലാണ്. അപ്പോൾ ഇങ്ങനെ ചില അവസ്ഥകളുണ്ട്. ഈ കവിതയിൽ പറഞ്ഞ, ഈ നദമിൽ പറഞ്ഞ അവസ്ഥയിൽ നിന്ന് ചില ഹാലാത്ത് ഇസ്തിസ്നാഇയ്യ, ചില പ്രത്യേക അവസ്ഥകൾ, അതിൻ്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഇയ്യാക നഅ്ബുദു വഖദ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അതേപോലെ ഇന്നമ ഖാമ അന, അതേപോലെ യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും, നഹ്നു നുകർരിമുൽ ഉലമാഅ വ ഇയ്യാക്കും, നുകർരിമുൽ ഉലമാഅ വ ഇയ്യാക്കും, നുക്രിമുക്കും വൽ ഉലമാഅ, നിങ്ങളെ ഞങ്ങൾ ആദരിക്കും, വൽ ഉലമാ പണ്ഡിതന്മാരെയും, നുക്രിമുക്കും എന്ന് പറയാതെ നുക്രിമുൽ ഉലമാഅ വ ഇയ്യാക്കും, അവിടെ നക്രിമുൽ ഉലമാഅ വക്കും എന്ന് പറയാതെ വ ഇയ്യാക്കും എന്ന് പറഞ്ഞു. ഇതേപോലെയാണ് അതിൻ്റെ വിഷയം. യുഖ്രിജൂന റസൂല വ ഇയ്യാക്കും, ഇവിടെ നമ്മൾ പറഞ്ഞ അതേ വിഷയമാണ് അവിടെ നുക്രിമുൽ ഉലമാ വ ഇയ്യാക്കും എന്ന ഉദാഹരണത്തിലും മനസ്സിലാക്കാനുള്ളത്. ഒന്നുകൂടി ഇവിടെ ഗ്രന്ഥകാരൻ ഈ കവിതയിൽ പറയുന്നത്, അതിൻ്റെ ആകത്തുക ദമീറുകൾ അറബി ഭാഷയിൽ പറയപ്പെട്ടത്, കൊണ്ടുവരപ്പെട്ടത് ഇഖ്തിസാറിന് വേണ്ടിയാണ്. ഹ്രസ്വമായി ചുരുങ്ങിയ പദപ്രയോഗങ്ങളിലൂടെ ആശയം ദ്യോതിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മുൻഫസിലായ ദമീറും മുത്തസിലായ ദമീറും താരതമ്യേന മുത്തസിലായ ദമീറാണ് ചുരുങ്ങിയ പ്രയോഗം. ഞാൻ പറഞ്ഞു ഇയ്യാക്കയും കായും ഉണ്ടാ. ഇയ്യ എന്നതിൽ ഷദ്, മദ്, ഇയ്യ, പിന്നെ ഇയ്യാ, പിന്നെ ഈ ഹംസ, സഖീലത്തായ ഹംസ, ഇതൊക്കെ ഏറെയാണ്, ഇത്രയും ഏറെയാണ്. എന്നാൽ ക എന്നുള്ളത് മുഖ്തസർ, ചുരുങ്ങിയതാണ്. അപ്പോൾ ദമീറുകൾ കൊണ്ടുവന്നതിന് ഇഖ്തിസാറിന് വേണ്ടിയാണ്. മുൻഫസിലായ ദമീറിനെ അപേക്ഷിച്ച് മുത്തസിലായ ദമീർ അത് ഈ ഒരു ലക്ഷ്യത്തിന്, ഇഖ്തിസാറിന് ഏറ്റവും ഉചിതമാണ്. എന്ന് മാത്രമല്ല, ആശയവും കൂടുതൽ വ്യക്തമാകൽ മുത്തസിലായ ദമീർ പ്രയോഗിക്കുമ്പോഴാണ്. ആശയം കൂടുതൽ വ്യക്തമാകലും മുത്തസിലായ ദമീർ പ്രയോഗിക്കുമ്പോഴാണ്. അക്രം തു ഇയ്യാക എന്ന് പറയുന്നതിലേറെ അക്രം തുക എന്ന് പറയുമ്പോൾ കൂടുതൽ എളുപ്പത്തിൽ ആശയം പ്രാപ്യമാകും. അതുകൊണ്ട് തന്നെ ലാ യജീ ഉൽ മുൻഫസിൽ, ലാ യജീ ഉൽ ദമീറുൽ മുൻഫസിൽ, മുൻഫസിലായ ദമീർ വരികയില്ല. ഇദാ തഅത്ത അൻ യജീ അൽ മുത്തസിൽ, മുത്തസിലായ ദമീർ വരാൻ തരപ്പെട്ടയിടത്ത്, അവസരമായിടത്ത്. ഫി ഇഖ്തിയാരിൻ, അനിവാര്യതയില്ലാത്ത സ്ഥലങ്ങളിൽ, അനിവാര്യതയില്ലാത്ത സന്ദർഭങ്ങളിൽ. അനിവാര്യത ചിലപ്പോൾ മിക്കവാറും കവിതകളിൽ വരും, ചിലപ്പോൾ ഗദ്യത്തിലും വരും, ചിലപ്പോൾ അനിവാര്യത ഗദ്യത്തിലും വരും. എന്താണ് അനിവാര്യത? അതെന്ത് എന്നുള്ളതാണ് നമ്മളിവിടെ ചില ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായത്. ഇൻഷാ അല്ലാഹ് ഇനി ചില സന്ദർഭങ്ങളുണ്ട്. അതെന്താണ്? മുത്തസിലായ ദമീറിന് പകരം മുൻഫസിലായ ദമീർ വരുന്ന ചില കേസുകൾ. അത് ഇവിടെ ഗ്രന്ഥകാരൻ ഇനി അടുത്ത വരികളിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അവ തുടർന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.